ഫ്രണ്ട്സ് എല്ലാവർക്കും 8.0യുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ നമുക്ക് ഇൻ്റഗ്രേഷൻസ് ഒക്കെ, അതായത് ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഏത് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ്. അപ്പോൾ ഇൻ്റഗ്രേഷനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റഗ്രേഷന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നിർബന്ധമായിട്ടും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു ചോദ്യം എഴുതിയിട്ടുണ്ട്, ഇൻ്റഗ്രൽ ഓഫ് 3x² + 4. ശേഷം അതിന് നമ്മൾ നിർബന്ധമായിട്ടും ലിമിറ്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ ലിമിറ്റ് ഇട്ട് കൊടുത്തത് 1 to 2 ആണ്. ആ രീതിയിലാണ് ഞാനിവിടെ ലിമിറ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഒരു കണക്കാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ കാസിയോയുടെ FX991MS എന്ന് പറയുന്ന കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് നമ്മളെ മാനുവലായിട്ട്, അതായത് മൈൻഡ് വെച്ചിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ നമുക്കതിന് 3 × x³ / 3 എന്ന് എഴുതാം. x² ഇൻ്റഗ്രേഷൻ. ശേഷം അതിൽ 3 3 ക്യാൻസലായി. പിന്നെ 4 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 4x എന്ന് കിട്ടും. ശേഷം നമുക്ക് അവിടെ ലിമിറ്റ് 1 to 2 ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഫസ്റ്റിൽ x³ അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 to 2 എന്ന് ഇട്ട് കൊടുക്കുക. ശേഷം +4 × x എന്നുള്ള 4 എന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തതിന് ശേഷം എക്സിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ശേഷം x³ 2 എന്നുള്ള 2ഉം 1ഉം ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2³ - 1³ +4 × 2 - 1 ഈ രീതിയിൽ കിട്ടും. ഇതിന് നമ്മൾ ഒന്നും കൂടി സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 × 3 8, 1 × 3 1 +4 × 2 - 1 = 1 ഈ രീതിയിൽ കിട്ടും. ശേഷം ഫൈനലി 7 + 4 = 11, അതായത് 11 പറഞ്ഞൊരു ഫൈനൽ ആൻസറാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഇൻ്റഗ്രേഷന് ഫൈനൽ ആൻസറായിട്ട് വരിക. ഇതേ ഒരു ഉത്തരം തന്നെ നമുക്ക് നമ്മളെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ഈ ഒരു ഇൻ്റഗ്രേഷൻ നമുക്ക് കാൽക്കുലേറ്ററിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്കം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം അത് ഓണാക്കുക. അപ്പോൾ FX991MS മാത്രമല്ല, ഇതിൻ്റെ മറ്റ് വേർഷനുകളിലൊക്കെ ആയിട്ട്, മറ്റ് സീരീസുകളിലൊക്കെ ആയിട്ട് ഇത് നമുക്ക്, അതായത് ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതായത് ആ ഒരു കീ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മളിവിടെ ഇൻ്റഗ്രൽ DX എന്ന് പറഞ്ഞ ഒരു കീ പ്രസ് ചെയ്താൽ നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ്റെ ആ ഒരു, അതായത് ഇൻ്റഗ്രൽ DX എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. കഴ്സർ കീൻ്റെ കുറച്ച് സൈഡിലായിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടൊരു ഹാഫ് ബ്രാക്കറ്റും വന്നിട്ടുള്ള ഒരു സ്ക്രീനിൽ നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും. അതിനുശേഷം നമ്മളെ ആ ഒരു ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് അല്ല, ആദ്യം ഇൻ്റഗ്രേഷൻ ഇട്ട് കൊടുത്തു, അതിനുശേഷം നമ്മളെ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. 3 പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് x² പ്രസ് ചെയ്യണം. അപ്പം x² പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പിങ്ക് കളറിൽ x എന്ന് എഴുതിയിട്ട് കാണാൻ പറ്റും. ഒരു ഹാഫ് ബ്രാക്കറ്റിൻ്റെ അടുത്ത് പിങ്ക് കളറിൽ x എഴുതിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പിങ്ക് കളറിലായതുകൊണ്ട് പിങ്ക് കളറിലുള്ള ഏതൊരു സ്വിച്ചും എനബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആൽഫ നെക്കിയതിന് ശേഷം ആ സ്വിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ x എനബിൾ ചെയ്തു. ഇനി നമുക്ക് x² ഇട്ട് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് സ്ക്വയർ ബട്ടൺ നിൽക്കാൻ മതിയാകും. അപ്പോൾ നമ്മളിവിടെ 3x² അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് 4 എന്നുള്ള +4 അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം പ്ലസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം 4 ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ +4 അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ പാടില്ല, കാരണം നമ്മളിവിടെ ലിമിറ്റിനും ഇട്ട് കൊടുത്തിട്ടില്ല. അതായത് നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ഫംഗ്ഷനും എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ പോക്കാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കോമാസ് യൂസ് ചെയ്യാം. ആദ്യം ഒരു തവണ നമ്മൾ കോമ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെവർ ലിമിറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക, അതായത് 1 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി കോമ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ഇവിടെ 2 ആണ് വരുന്നത്. ശേഷം നമ്മൾ 2ഉം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതായത് നമ്മളെ ഫംഗ്ഷനും ഇൻ്റഗ്രേഷനും അതേപോലെ തന്നെ അതിൻ്റെ ലിമിറ്റും നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈക്വൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരം കാണിച്ചു തരും. അതായത് നമ്മൾക്ക് ഇവിടെ 11 തന്നെയാണ് ഇവിടെ ഉത്തരം കിട്ടിയത്. അതായത് നമ്മൾ മാനുവൽ ചെയ്ത അതേ ഒരു ഉത്തരം തന്നെയാണ് നമുക്കിവിടെ കാൽക്കുലേറ്ററിൽ ചെയ്തപ്പം കിട്ടിയത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കാൽക്കുലേറ്ററുകളൊക്കെ വെച്ചിട്ട് ഇൻ്റഗ്രേഷൻ ഇങ്ങനെ ഈ രീതിയിൽ ന്യൂമറിക്കലായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ ഈക്വൽ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്, ആൻസർ ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെറിയൊരു ഇൻ്റഗ്രേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എക്സാമിനൊക്കെ ആണെങ്കിൽ വലിയ വലിയ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരാൻ വേണ്ടിയിട്ട് കുറേ ടൈം പിടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയം കൊണ്ട് നമുക്ക് മാനുവലി നമ്മളെ മൈൻഡ് വെച്ചിട്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പൊതുവേ നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുന്നതിനേക്കാളും മാനുവലി ചെയ്യുന്നതിനാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൽ നല്ല കണ്ടന്റുകളും അതേപോലെ തന്നെ ഇതിൽ നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാക്കര സൈനിങ് ഓഫ്.